ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നമ്മൾ പഠിക്കാൻ പോണ കാര്യം എന്താ പറയുക, കഴിഞ്ഞ ദിവസത്തെ പാരന്റിങ് വീഡിയോസ് ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി അധികം കമന്റുകൾ വന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്താണ് പാരന്റിങ് സ്റ്റൈല്, എത്ര തരം പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്, നിങ്ങൾ ഏത് പാരന്റിങ് സ്റ്റൈലാണ് പിന്തുടരുന്നത്, ഏറ്റവും നല്ല പാരന്റിങ് സ്റ്റൈൽ എന്താണ്, മറിച്ച് ഒരിക്കലും നമ്മൾ ആവാൻ പാടില്ലാത്തൊരു പാരന്റിങ് സ്റ്റൈൽ ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ലൈഫ് കോച്ച് ഷീജ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാര്യം ഉറപ്പായിട്ടും ഈ യൂട്യൂബ് ചാനൽ ഒത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പിന്നെ ഞാൻ വീണ്ടും നിങ്ങളുടെ ഈ ഒരു ആ ഒരു സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാനലിൽ നമ്മൾ ഇടുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഇൻകത്തെ ഏറ്റവും കൂട്ടാനായിട്ടുള്ള വഴികൾ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ 10x പ്രൊഡക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനല് നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പാരന്റിങ് സ്റ്റൈൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈലാണ്. ഈ ഒരു സ്റ്റൈലിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഈ പാരന്റ്സ് മക്കളെ വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നുണ്ട്, അവരവരുടെ ജീവനാണ്. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് കുട്ടികളെ വളർത്തുമ്പോൾ പറയുന്ന കാര്യം അറിയാമോ, ഒത്തിരി ഡിസിപ്ലിനിൽ വളർത്തും. കാര്യം ആ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള സമയമൊന്നും കൊടുക്കില്ല. ഈ ഒരു ഉടുപ്പിട്ടാ മതി എന്ന് പറഞ്ഞാൽ നീ ഈ ഉടുപ്പിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി, അല്ലെങ്കിൽ നീ വരണ്ട. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ മോള് ഞാൻ ഉടുപ്പൊക്കെ മേടിച്ചു കൊടുക്കുമ്പോഴ് അവൾക്ക് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന ഉടുപ്പാണെങ്കിൽ അവൾ ഇടില്ല. അപ്പൊ ഞാൻ എന്ത് വില പിടിച്ചാലും അവൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പിട്ടേ വരൂടെ. പക്ഷെ അതോറിറ്റേറിയൻ ഈ ഒരു കാറ്റഗറിയിലുള്ള പാരന്റാണ് എന്ത് പറയുന്നറിയോ, അവളെ കൊണ്ടുപോയില്ല, വേണമെങ്കിൽ അവളാ ഇടണ സ്ഥിരമായിട്ട് ഉടുപ്പില്ല, അതൊക്കെ കത്തിച്ചു കളയും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് റൂളിട്ട് കുട്ടികൾക്ക് ശരിക്കും അവരുടെ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളർത്തുന്ന കുട്ടികൾ. കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നീ കരയാൻ പാടില്ല, കരഞ്ഞു കഴിഞ്ഞാലും നീ അറ്റി കൊണ്ടും എന്നുള്ള രീതിയിലേക്ക് അവരെ പ്രേരിപ്പിച്ച് അവരുടെ ആ ഒരു ഇമോഷനെ പുറത്തേക്ക് ഇടാൻ പറ്റാതെ ഒബീഡിയന്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഒരു പട്ടാള ചിട്ടയിൽ വളർത്തുന്ന ഒരു പാരന്റിങ് ആണ് ഈ ഒരു സ്റ്റൈൽ. അപ്പൊ എനിക്ക് മനസ്സിലാക്കി ഇത് വളരെ നല്ലതൊക്കെയാണ്. കാരണം എന്താ, പിള്ളേർക്ക് നല്ല ഡിസിപ്ലിൻ ഉണ്ടാവും, അവരുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലുമൊക്കെ ആകും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും, ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അവര് കല്യാണം കഴിച്ച ഒക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഇമോഷൻസിനെ ഏതാണ് ശരി തെറ്റെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിവുണ്ടാവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണത് ആരാ, കല്യാണം കഴിച്ചവരുടെ പെണ്ണുങ്ങളാണ്. കാര്യം ഇവരെ സംബന്ധിച്ച് ഇവരിങ്ങനെ അടിച്ചമർത്തി വളർത്തിയേക്കുന്നതുകൊണ്ട് ഇവര് അച്ഛനെയും അമ്മയുടെയും ഒത്തിരി ഒബീഡിയന്റ് ആയിട്ട് മാറും. നല്ല ഡിസിഷൻസ് ഒന്നും എടുക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത കഴിവ് കുറഞ്ഞ കുഞ്ഞുങ്ങളെയായിരിക്കും ഈ ഒരു രീതിയിലുള്ള പാരന്റിങ്ങിന് നമ്മൾക്ക് കിട്ടുന്നൊരു ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ ഇത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് കോൺഫിഡൻസ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ ഈ ഒരു സ്റ്റൈല് ഒട്ടും ഒരു മെച്ചപ്പെട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാനായിട്ടുള്ള ഒരു ചവിട്ടുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ എൻ്റെ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുകയും എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പോണതെങ്കിൽ നമ്മുടെ ലൈഫ് നല്ലതാണ്. അതോറിറ്റേറിയൻ പാരന്റ്സിന്റെ ഒരു ഏറ്റവും കൂടുതൽ ന്യൂനത എന്താണെന്നറിയുമോ, നമ്മൾ അവരുടെ മാതാപിതാക്കളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാല് അവർ ഒരിക്കലും ആ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറയില്ല, ഒരു ബോണ്ടും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും അവരവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനും ഈ ഒരു നരകത്തിൽ നിന്ന് ഓടി ഒളിക്കാനുമായിരിക്കും ഇങ്ങനെയുള്ള പാരന്റ്സിന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു പാരന്റിങ് നല്ലതാണോ ചീത്തയാണോ, നിങ്ങൾ അങ്ങനെയാണോ എന്ന് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ പേപ്പറിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് വെച്ചാല് പെർമസീവ് പാരന്റിങ് ആണ്. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നിയ പോലെ ജീവിക്കാം. ഇവർക്ക് യാതൊരു കൺട്രോളും ഇല്ല. അച്ഛനും അമ്മയും അവരെന്ത് ചോദിച്ചാലും വാങ്ങി കൊടുക്കും. ഒന്നിനും അവർക്ക് അനുവാദമൊന്നും വേണ്ട. രാവിലെ തൊട്ട് രാത്രി വരെ വേണേ അവർക്ക് TV കാണാം. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ്, ചിക്കൻ വേണേ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിക്കാം. എന്തിനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുന്നുന്ന ഒരു പാരന്റിങ് സ്റ്റൈലാണ് ഇത്. അപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്നറിയാമോ, അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കപ്പാസിറ്റി ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അവർക്ക് പല പല രീതിയിലേക്ക്
കാര്യങ്ങളെ കാണാനായിട്ടുള്ള കഴിവൊക്കെ കിട്ടും. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു രീതിയുടെ ഏറ്റവും അപാകത എന്ന് വെച്ചാല് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല, സിസ്റ്റംസ് ഉണ്ടാവില്ല. അവരുടെ ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് മുഴുവൻ കഴിക്കും. ഏറ്റവും പ്രശ്നം എന്താ വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫെയിലിയേഴ്സിനെ റിജക്ഷനെ ഇവർ അഡ്രസ് ചെയ്യില്ല. ഇവർക്ക് ആര് ഇവരെ റിജക്ട് ചെയ്യുന്നു, ആര് ഇവിടെ നോ പറയുന്നു, അവർ വയലന്റ്. അവര് അപ്പൊ അവരുടെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ജീവിക്കുന്ന പങ്കാളിക്ക്, മക്കൾക്ക് ബോംബ്ലാസ്റ്റ് ആയിരിക്കും അനുഭവിക്കുന്നത്. കാര്യം ഇവരുടെ ജീവിതത്തില് ഇവർക്കൊരു കൺട്രോൾ ഇല്ലാതെ തോന്നിയ പോലെ വളർത്തുന്ന ഒരു സ്റ്റൈലാണിത്. ആ ഒരു സ്റ്റൈല് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ ജീവിതത്തിലുള്ള അപാകതകളെ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമാണ് ആ കുട്ടികൾ കേട്ടുകൊള്ളുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പാരന്റിങ്ങും ഒട്ടും നല്ലതല്ല. അപ്പൊ ഇതിന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഒത്തിരി ഒത്തിരി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, ഒത്തിരി 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 ആരെങ്കിലും നോ പറഞ്ഞ് വയലന്റ് ആവുന്നുണ്ടെങ്കിലും, ഇതൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള ഒരു പാരന്റിങ്ങിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പാരന്റിങ് സ്റ്റൈല് ഒരു കുഞ്ഞിനെയും ഒരു കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റംസ് ഉള്ള ഒരു നല്ലൊരു കുഞ്ഞായിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ തരം പാരന്റിങ് എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. ഈ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ആണ് ശരിക്കും കുട്ടികളെ വളർത്തുമ്പോൾ ഏറ്റവും നല്ലൊരു പാരന്റിങ് സ്റ്റൈൽ ഇതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പാരന്റിങ് സ്റ്റൈലില് കുട്ടികളോട് അച്ഛനും അമ്മയ്ക്കും സ്നേഹമുണ്ട്, റെസ്പെക്ട് ഉണ്ട്. അവരെ കുഞ്ഞാണെങ്കിൽ പോലും അവരൊരു അഡൽട്ട് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞായിട്ട് കാണുമ്പോഴും അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി ക്രൈസിസ് ഇല്ലാതെ അവരെ അവനായിട്ട് യുണീക്ക് ആയിട്ട് വളർത്തണം. അവിടെ കമ്പാരിസൺ ഇല്ല, ജഡ്ജ്മെന്റൽ അല്ല, ഒന്നുമില്ല. അവർക്ക് ഒരു സിസ്റ്റംസ് ഉണ്ട്. കാരണം എന്താ, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ ഒരു ഡിസിപ്ലിൻ ഉള്ള ലെവലിലേക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണം. പല്ല് തേച്ചിട്ട് ശരിക്കും ഫേസ് ഒക്കെ കഴുകി വളരെ നല്ല രീതിയിലേക്ക് താഴേക്ക് ഡ്രസ്സും വളരെ മുടിയൊക്കെ ചീവി വളരെ നല്ല രീതിയിലേക്ക് താഴെ വന്നിട്ട് വേണം കോഫി കഴിക്കാൻ. സിസ്റ്റം ഉണ്ട്, കോഫിക്ക് ഒരു ടൈമും ഉണ്ട്. എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ദിവസം അവര് തലവേദനയാണ്, ഇന്നലെ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പോയി വന്നു, വളരെ ഹാപ്പി ആയിട്ട് വന്നു, ഇത് സൺഡേ ആണ്, കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം, അത് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അതിന് വേണ്ടിയിട്ട് അവര് കോംപ്രമൈസ് ഒന്നും ചെയ്യില്ല. മോന് സെലക്ട് ചെയ്യാം, മോൻ എണീക്കുമ്പോ എണീറ്റാൽ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മോൻ 9 മണിക്ക് അമ്പലത്തിൽ പോകണം, അല്ലെ പള്ളിയിൽ പോകണം, സൺഡേ ആണ്. അതില് ഒരു കാരണവശാലും എന്താണ് ഒരു ഇതുമില്ല. നീ ഇന്നത്തെ ഈ സൺഡേന്റെ പലപ്പോഴും ഞാൻ പറയും, സൺഡേ മക്കളെ നിങ്ങൾ പള്ളിയിൽ പോയേ പറ്റും. പക്ഷെ ഈ ഒരു പള്ളിയിൽ പോകണം നിനക്ക് ചെയ്യാം. രാവിലെ 6 മണിക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, 9 മണിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. വൈകുന്നേരം 6:30ക്കും 7 മണിക്കുള്ളിൽ ഒരു കുർബാന പോയി കണ്ടിരിക്കണം. അപ്പൊ അവരെ നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ അവർക്ക് റൂൾസ് വെക്കുന്നുണ്ട്. ആ റൂൾസിന്റെ ഒപ്പം തന്നെ അവർക്ക് ചൂസ് ചെയ്യാം ഏത് സമയത്ത് എങ്ങനെ കൊടുക്കണം. അതാണ് ഈ ഒരു പാരന്റിങ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത. നമ്മളിങ്ങനെ കമാൻഡ് ചെയ്യുകയല്ല, നമ്മൾ ഗൈഡ് ചെയ്യുക ചെയ്യും. അപ്പൊ അവർക്ക് അവർക്ക് എന്ത് കാര്യത്തിനെയും മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇന്റേണൽ ശക്തിയാണ് നമ്മൾ ഈ ഒരു പാരന്റിങ്ങില് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രത്യേകത എന്താ, അവർക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസിനെ വളരെ ക്ലിയർ ആയിട്ട് അച്ഛൻ്റെ അമ്മയുടെ എക്സ്പ്രസ് ചെയ്യാം. അമ്മ, എനിക്ക് ഇന്നലെ രാത്രി ഞാനൊരു സിനിമ കണ്ട് ഉറങ്ങിപ്പോയി, അപ്പൊ ഇന്ന് എനിക്ക് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ നാളെ, നിങ്ങൾ എന്നെ വിളിക്കേണ്ട, നാളെ ഞാൻ വൈകി എണീക്കും. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ ഇന്ന് 9 മണിക്ക് ഞാൻ മാസിൽ പൊക്കോളാം. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ആ കുഞ്ഞുങ്ങള് ഇങ്ങനെയുള്ള പാരന്റ്സിന്റെ മക്കൾ പെരുമാറും. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ആ കൊച്ചുങ്ങൾക്ക് റൂളുണ്ട്, ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റിംഗ് ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുക്കുന്നുണ്ട്. അവരുടെ തല വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡന്റിറ്റി ഉയരുന്നുണ്ട്. അവർക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരാനായിട്ടുള്ള ഒരു ശക്തി ആ വീട്ടിൽ കിട്ടും. അപ്പൊ ഈ ഒരു പാരന്റിങ് സ്റ്റൈലാണ് ഏറ്റവും മികച്ച പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ മക്കളെ വളർത്തുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ശരിക്കും അവർ പൈസയൊക്കെ ചോദിക്കട്ടോ. രാവിലെ നമ്മൾ ചിലപ്പോ, ഞാൻ വളരെ വൈകി എണീക്കുന്ന ഒരാളാണ്. അപ്പൊ അവര് പൈസ ചോദിക്കുമ്പോൾ അവർ പറയും, പപ്പ ഇന്ന് ഞങ്ങൾക്ക് ആ ബുക്കൊക്കെ മേടിക്കാനായിട്ട് കാശ് ആവശ്യമുണ്ട്.
അപ്പൊ ജൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്, മോനെ എന്റെ പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, ആ പേഴ്സിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള കാശ് എടുത്തു. അപ്പൊ ജയുടെ പേഴ്സിന്റെ പ്രത്യേകത, ജയുടെ പേഴ്സിന് നന്നായിട്ട് കാശുണ്ടാവും. പണ്ടത്തെ ദിവസത്തിൽ 500 ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ജൈവൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ, ജയിക്ക് അവരെ 100% ട്രസ്റ്റ് ആണ്. അപ്പൊ അവരുടെ ആ ഒരു പൈസ എടുക്കാം. പൈസ എടുത്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അവരോട് ശരിക്കും എത്ര പൈസ എടുത്തു എന്ന് ജൈവം ചോദിക്കാറില്ല. പക്ഷെ ഈ കുട്ടികളെ അത്രയും ജൈവം ട്രസ്റ്റ് ചെയ്തപ്പോഴ് അവര് വളരെ നല്ല രീതിയിൽ ട്രസ്റ്റ് വർത്തി കുഞ്ഞുങ്ങളായിട്ട് മാറി, നല്ല ഇന്റഗ്രിറ്റി ഉള്ള കുട്ടികളായിട്ട് മാറി. അപ്പൊ അവര് എപ്പോഴും ആ ഒരു പൈസ എടുത്ത് സാധനം മേടിച്ചിട്ട് വന്നാൽ, ചിലപ്പോൾ ജയിലിൽ 1000-2000 നോട്ടൊക്കെ ആയിട്ട്, ആ 2000 നോട്ട് എടുത്താലും അവർ തിരിച്ചു വന്നിട്ട് ജൈവനും കൊണ്ട് അതുപോലെ ആ ക്യാഷ്. അപ്പൊ ഇങ്ങനെയുള്ള ലെവലിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരു ഗുണം, അവന്റെ ലൈഫില് അവന് നല്ല മികച്ചൊരു തീരുമാനം എടുക്കാനുള്ള ശക്തിയുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഈ ഒരു കോച്ചിങ് തുടങ്ങിയപ്പോഴ്, എന്റെ മോള് ശരിക്കും എന്റെ ജോലിക്ക് വന്നപ്പോഴ് ഞാൻ അവൾക്ക് ശരിക്കും ഒരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ അവൾക്ക് അവർ കൊടുത്ത സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33,000 36,000 ആയിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ ശമ്പളം കൊടുക്കണതിന് മുമ്പ് തന്നെ ഏപ്രിൽ ഓൺവേർഡ്സ് ഞാൻ അവൾക്ക് ശമ്പളം കൊടുക്കാൻ തുടങ്ങി. കാര്യം അറിയുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ അവളായിരുന്നു, എന്റെ ക്ലാസ്സുകൾക്കൊക്കെ എന്നെ ബാക്ക് സപ്പോർട്ട് അവളാ ചെയ്യും. അപ്പൊ ഞാൻ അവൾക്ക് 30,000 രൂപ വെച്ച് വീട്ടിലിരിക്കുമ്പോ തന്നെ, അവള് ബികോം വിത്ത് ACC പഠിക്കുമ്പോ തന്നെ ഞാൻ അവൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ഞാൻ ചെയ്തപ്പോഴ് അവളുടെ പല ഫ്രണ്ട്സിനും ഭയങ്കര അത്ഭുതമായിരുന്നു. കാര്യം വീട്ടിൽ നിന്ന് പണിയെടുത്താല് അച്ഛനമ്മയും പറ്റിക്കും എന്നുള്ളതാണ് അവരുടെ ചിന്ത പോയത്. അപ്പൊ വീട്ടിൽ നിന്ന് അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ 15 രൂപ 20 രൂപയൊക്കെ കിട്ടുന്ന കുട്ടികളാണ്. പല സ്ഥലത്തും പോയിട്ട് 5000 രൂപയ്ക്കൊക്കെ പല ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ അടുത്ത് നോക്കിയ കുട്ടികളുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് സ്വന്തം വീട്ടില് 30,000 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴ് അവളുടെ ഒരു ഐഡന്റിറ്റി അവളുടെ ഫ്രണ്ട്സിന് കിട്ടുന്നതിനേക്കാൾ ഡബിൾ ആയിട്ടുള്ള സാലറിയാണ് അവളുടെ അമ്മയ്ക്ക് വേണ്ടി അവൾ വർക്ക് ചെയ്യുമ്പോൾ അവൾക്ക് കിട്ടിയിരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ അവളുടെ കോൺഫിഡൻസ് കൂടി. അവളെ എന്നോട് കുറെ കൂടി ട്രസ്റ്റ് വർത്തിയായി. അവള് ബികോം ACC പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്റെ ജോലിയെ അവള് വളരെ സീരിയസ് ആയിട്ട് നടന്നു. അപ്പൊ എനിക്ക് അവളോട് ഒരു കാര്യവും പറയേണ്ടി വന്നില്ല. എന്നേക്കാൾ എന്റെ ജോലിയിലെ ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള സെർവ് ചെയ്യുന്ന ഒരാളായിട്ട്, ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് അവള് തനിയെ രൂപപ്പെട്ടു വരുന്നത്. മക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഡിസിപ്ലിൻ ഒക്കെ വേണം. കാരണം നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോളേജില് ബികോം ACC പഠിക്കുന്നതിന്റെ ഒപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആലോചിക്കണം. എത്ര പേര് ചിന്തിക്കും, അതായത് ACCക്ക് അത്രയും പേപ്പേഴ്സ് ഉണ്ട്, ബികോം പഠിക്കണം, ACC പഠിക്കണം, അതിനൊപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഒപ്പം അവിടെ നമ്മൾ സോപ്പിന്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ ആ കുട്ടി മാനേജ് ചെയ്യും. എന്തുകൊണ്ടായിരുന്നു? അത് അവൾക്ക് ആ ഒരു ജോലി അവളുടെ പാഷനായിരുന്നു. അവൾക്ക് ഒരു വലുതായിട്ട് ചിന്തിക്കാനും അവളുടെ ജീവിതത്തിന് വലിയ വലിയ സ്വപ്നങ്ങൾ നേടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവൾ ഈ വീടിനെ മാറ്റി. കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അവൾ ഒട്ടും നഷ്ടപ്പെടുത്തിയില്ല. കഠിനമായിട്ട് അധ്വാനിക്കാനായിട്ടുള്ള ഒരു ശക്തി ആ കുട്ടി ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ മക്കള് സിസ്റ്റമാറ്റിക് ആവണം, ഡിസിപ്ലിൻ ആവണം. അവരുടെ ജീവിതത്തിൽ അവര് 100% റെസ്പോൺസിബിലിറ്റി അവര് എടുക്കണം അവരുടെ ജീവിതത്തിൽ. അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ വളർത്തണതെങ്കിലും അവര് ലോകത്തിന് ഗുണമുണ്ടാവും, അവർക്ക് ഗുണമുണ്ടാവും, മാതാപിതാക്കൾക്ക് ഗുണമുള്ള മക്കളായിട്ട് മാറ്റും. അപ്പൊ ഇത് പാരന്റിങ്ങില് ഏറ്റവും മികച്ച ഒരു മാതൃകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോ എന്റെ മോനാണെങ്കിൽ പോലും വളരെയധികം ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഒരു കാര്യത്തിനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ഒരു വാശി പോലെ എടുക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, ഒരു മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് അവരെ പുറത്തു വിട്ടു. അപ്പൊ ഈ ഒരു പുറത്തു വിടല് ആദ്യത്തെ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു അവര്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ നിർത്തി ഒരു 2 വർഷത്തില് ആ കോവിഡ് പാൻഡമിക്കിന് അവനൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കുകയും സിസ്റ്റമാറ്റിക് ആയിട്ട് അവന്റെ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി. ഇപ്പൊ കുക്ക് ചെയ്യാനായിട്ട് അവൻ റെഡിയായി, അവരുടെ തുണികൾ അലക്കാൻ തുടങ്ങി, അവരുടെ വീട് തുടയ്ക്കാൻ തുടങ്ങി. അവന്റെ ഓരോ കാര്യങ്ങളും അവൻ സ്വയം ചെയ്യാനുള്ള ലെവലിലേക്ക് പാകപ്പെടുത്തുകയും ഈ വീട്ടിലെ എൻഡിയർ ചെലവുകൾ അവൻ നടത്തുന്ന ലെവലിലേക്ക് അവനെ മാറ്റുകയും ചെയ്തപ്പോഴും ലണ്ടനിലേക്ക് അവൻ മൂവ് ഔട്ട് ചെയ്തിട്ട് 3 വർഷമായി. അവൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവന്റെ കാര്യങ്ങള്
സ്വന്തം BPS വർക്ക് ചെയ്യാനും അവരുടെ ലൈഫിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റീസ് ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് നേടാൻ പറ്റും. മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ആ ബൗണ്ടറി കീപ്പ് ചെയ്യണം, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം, ഫെയിലിയേഴ്സിനെ അഡ്രസ് ചെയ്യാനായിട്ട് റെഡി ആവണം. ഫെയിലിയേഴ്സ് നമ്മുടെ ലൈഫിൽ കൂടുതൽ കൂടുതൽ സക്സസിലേക്ക് പോകണമെങ്കിൽ ഫെയിലിയർ ആവശ്യമാണ്. അപ്പൊ ജയം മാത്രമല്ല, നോ എന്നുള്ളത് പറയണം. ഞാൻ എല്ലാ മക്കൾക്ക് എല്ലാ പറയുന്ന ഒരു പാരന്റ് അല്ല, നോ നന്നായിട്ട് പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് ചിന്തിക്കാനും അവർക്ക് എന്താണോ ട്രൂലി വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി കൊടുക്കുന്ന ലെവലിലാണ് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ മക്കളോട് പെരുമാറുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഏത് പാരന്റാണ് നോക്കുക. നാലാമത്തെ പാരന്റിങ് എന്താണെന്നറിയാമോ? അൺഇൻവോൾവ് പാരന്റിങ് ആണ്. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവരുടെ ജീവിതത്തില് ഇവരുടെ ഒരു കാര്യത്തിൽ ഈ അച്ഛനും അമ്മയും ഇടപെടില്ല. കുഞ്ഞുങ്ങൾക്ക് പോണ വഴിക്ക് പോകാം, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല. നീ ആരെ കല്യാണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പാരന്റിങ്ങിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫുൾ ഫ്രീഡം. ഇവരുടെ ജീവിതത്തില് ഒരു കാര്യത്തിനും അച്ഛനും അമ്മയൊന്നും ഇടപെടില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഹോംവർക്ക് നീ തന്നെ ചെയ്യുവാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഈ ഒരു സ്റ്റൈലാണ് അവരെടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ഇല്ല, ഒരു അറ്റൻഷൻ ഇല്ല. അത് ഫിസിക്കലി ഇല്ല, ഇമോഷണലി ഇല്ല. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അമ്മ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി കഴിച്ചു, ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നല്ലത്. അപ്പൊ അവർക്ക് എപ്പോഴും തോന്നുന്നു എനിക്ക് ആരുമില്ല എന്റെ ജീവിതത്തില്. എപ്പോഴും അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും മാതാപിതാക്കളായിട്ട് നല്ല ദൂരത്തിലായിരിക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ എന്ത് സംഭവിക്കും? ഇവർക്ക് അവരോടൊരു കണക്ഷൻ ഉണ്ടാവില്ല, അവർക്ക് റെസ്പെക്ട് ഉണ്ടാവില്ല, അവർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞാല് വളരെ അധികം അപകടകരമായ ഒരു പാരന്റിങ് സ്റ്റൈലാണ്. അഞ്ചാമത്തെ ഒരു പാരന്റിങ് സ്റ്റൈൽ എന്താണെന്നറിയാമോ? ഹെലികോപ്റ്റർ പാരന്റിങ് സ്റ്റൈലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരു മൈക്രോ മാനേജ്മെന്റ് ആണ്. കുഞ്ഞുങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. അവരെ രാവിലെ കൊണ്ട് സ്കൂളിലാക്കും, അവരെ ടിഫിൻ കൊണ്ടേ കൊടുക്കും, അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ബട്ടൺസ് ഇട്ട് കൊടുക്കും, ഷൂ ശരിക്കും പോളിഷ് ചെയ്ത് സോക്സ് ഇട്ട് കൊടുക്കും. അവർക്ക് ഒന്നും ചെയ്യാനില്ല, എല്ലാം അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി ചെയ്യും. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ഡിസിഷൻ എടുക്കണ്ട. അവരാ പഠിച്ചാൽ മാത്രം മതി. പഠിക്കാനായിട്ട് വന്ന പ്രോജക്ട്സ് ഒക്കെ അമ്മ തന്നെ ചെയ്തു കൊടുക്കും. ഫുൾ മാർക്ക് കിട്ടാനായിട്ട് അത്രയും സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരു ഡിസിഷനും തനിച്ചെടുക്കാനുള്ള കഴിവില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. എഗെയിൻ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും, തന്നെ ഒന്ന് ഉറങ്ങാൻ പറ്റില്ല. എല്ലാ അച്ഛനും അമ്മയും ചെയ്യും. അപ്പൊ എന്ത് പറയും, മോളെ പോയി കൈ കഴുകിയിട്ട് വാ, ഞാൻ ഒന്ന് വന്നിരുന്നാ മതി, അമ്മ വാരി കൊടുക്കും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള പാരന്റിങ് ആണ് ഈ ഹെലികോപ്റ്റർ പാരന്റിങ് പറയുന്നത്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി എന്ത് പറ്റും? ഈ അച്ഛന്റെ അമ്മയുടെ അഭാവത്തിന് ചിലപ്പോൾ 40 വയസ്സായാലും അവര് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ അച്ഛന്റെ അമ്മയുടെയും മരണം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്താൽ കുഞ്ഞുങ്ങൾ നല്ല ഡിപ്രഷനിൽ പോകും. അവര് ഓരോ കാര്യത്തിനും അവരുടെ ഉള്ളിലേക്ക് തന്നെ വലിയ ഒരു അവസ്ഥയിലേക്ക് മുന്നിക്കാൻ ഈ ഒരു ഹെലികോപ്റ്റർ പാരന്റ് ഒത്തിരി ആൾക്കാരെ ആ ഒരു ലെവലിൽ കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു തള്ളക്കോഴി ശരിക്കും ആ കുഞ്ഞു കോഴിയെ ഒന്നിങ്ങനെ കൊത്തിപ്പറിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ പരുന്തെങ്ങാനും വന്ന് എടുത്തിട്ട് പോകണോ നോക്കുകയും ചെയ്യും. അല്ലാതെ അങ്ങോട്ട് കയറൂരി വിടണമൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ രീതിയിലുള്ള ശ്രദ്ധയുണ്ട്. വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഹെലികോപ്റ്റർ പാരന്റിങ് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അവരൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനോ അവർക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകാനോ ഒന്നുമുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു പാരന്റിങ്ങിന് ഒട്ടും കിട്ടില്ല. അപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിലേക്ക് നിങ്ങൾ എന്താണെന്ന് റിഫ്ലക്ട് ചെയ്യുക. കാര്യം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മക്കളെ വളർത്തുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ലൈഫില് ഞാൻ ഒരു 2011 KCC പോയി ജോയിൻ ചെയ്തത്, കേരള ചേംബർ ഓഫ് കൊമേഴ്സ്. അവിടെ പോയി ജോയിൻ ചെയ്തപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണേഴ്സിന്റെ ഒരു വലിയൊരു ഫോറമായിരുന്നു അത്. ആ ഫോറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ അവിടെ എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ അത്രയും തിരക്കുള്ള ആൾക്കാരാണ്. അപ്പൊ ആ തിരക്കുള്ള ആൾക്കാരുടെ ഒപ്പം അവർ ഫാമിലി ബ്യൂട്ടിഫുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തിലെ കരിയർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്,
അവരുടെ ഹോബീസ് അവർ മാനേജ് ചെയ്യുന്നുണ്ട്, സോഷ്യലി ഇമ്പാക്ട്ഫുൾ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട്, അവർക്കൊരു നല്ല മീൽ ടൈം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഞാൻ ഈ ഹെലികോപ്റ്റർ പാരന്റിങ്ങിൽ എന്റെ ഒന്നിനും സമയമില്ലാതെ മക്കളെ ഇങ്ങനെ നോക്കി വളർത്തുന്ന ഒരു അമ്മയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ അവിടെ ചെല്ലുകയും ഏറ്റവും നല്ല രീതിയിലേക്ക് അവരെ ഒബ്സർവ് ചെയ്യുകയും അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് പല പല കാര്യങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തിൽ എവിടെ മാറ്റം വരണം എന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച് ശരിക്കും പറഞ്ഞാല് വി സ്റ്റാറിന്റെ MD കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി സാറിന്റെ വൈഫ് ഷീല ചേച്ചി, ഷീല കൊച്ചോസേപ്പ് മാം, അഗെയിൻ പർവീൻ ഹഫീസ് സൺറൈസിന്റെ MD ആണ്. ഒത്തിരി ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള കുറേ അധികം ആൾക്കാരോട് സംസാരിക്കാനും പല പല ആളുകളുടെ ഒരു വ്യൂ പോയിന്റുകൾ തിരിച്ചറിയാനും ഒക്കെ പറ്റിയപ്പെടും. ഒത്തിരി നല്ല ഡിസിഷൻസ് എടുക്കാനും നല്ല രീതിയിലേക്ക് എന്റെ പാരന്റിങ് സ്റ്റൈലിനെ അപ്ഗ്രേഡ് ചെയ്യാനും ഞാൻ തുടർന്നുകൊണ്ടിരുന്ന പല മോഡൽസും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്റെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഞാൻ മാറാനും ഒക്കെ റെഡിയായപ്പോഴും ഒത്തിരി അധികം വളരെയധികം ശ്രദ്ധ ഞാൻ എന്നിൽ തന്നെ കൊടുത്തത്. കാരണം എന്താ പറയുക, എനിക്കാണ് മാറേണ്ടതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ പല സമയത്തും ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് 100% അവർ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഈ ഒരു മാറ്റം ഞാൻ എടുക്കുമ്പോൾ അവർ പലപ്പോഴും അതിനോട് അനുകൂലിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് ഞാൻ ക്ഷമയോടെ കാത്തു നിൽക്കാനും അവർക്ക് വേണ്ടിയിട്ട് അവരെ തുറന്നു വിടാനും, പക്ഷെ എങ്കിലും ഒരു പട്ടത്തിന്റെ ഒരു നൂല് പോലെ അവരെ പിടിക്കാനും ഒക്കെ നോക്കിയപ്പോഴും ജീവിതത്തില് നല്ല ഐഡന്റിറ്റി ഉള്ള, കോൺഫിഡൻസ് ഉള്ള, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള, ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള, ഒരു പണത്തെയൊക്കെ മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റാനായിട്ട് സാധിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കളെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റുഡന്റ് മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഡ്രൈവ് ചെയ്യണത് അനീറ്റയാണ്. അനീറ്റ ശരിക്കും അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു BCom വിത്ത് ACCA പാസ്സായ കുട്ടിയാണ്. MBA ഡിജിറ്റൽ മാർക്കറ്റിംഗില് കഴിഞ്ഞ കുട്ടിയാണ്. MBA എടുത്ത കുട്ടിയാണ്. അമിറ്റി യൂണിവേഴ്സിറ്റി എന്നുള്ള അവള് MBA എടുത്തത്. അതിനുശേഷം അവളെ സംബന്ധിച്ച് ഇമോഷണലി ശരിക്കും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ്. അവളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അവൾ ഒത്തിരി അധികം സർട്ടിഫിക്കേഷൻസ് കോച്ചിങ്ങിന് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ കരിയർ കോച്ചാണ്. അപ്പൊ MBTI സ്ട്രോങ് ഇങ്ങനെയൊക്കെ ഉള്ള ശരിക്കും കുട്ടികളെ എങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് എടുക്കാം, അവരുടെ ശരിക്കും ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 10 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പൊ MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അവരുടെ ജീവിതത്തില് ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാം. മന്ത്ലി 1500 rupees ആണ് ഈ ഒരു പ്രോഗ്രാമിന് ഒരു കുട്ടിയുടെ നിന്ന് ചാർജ് ചെയ്യുന്നത്. ശരിക്കും ഏത് ക്ലാസ്സുകൾക്കും റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. 10 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എങ്ങനെ ടോപ്പറായിട്ട് പഠിക്കാം, എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസിലേക്ക് പോകാം, എങ്ങനെയാണ് ഫിനാൻസിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ പബ്ലിക് സ്പീക്കർ ആവാം, എങ്ങനെ അവരുടെ ലൈഫ് സ്കിൽസ് ലൈഫിനെ എങ്ങനെ എഫോർട്ട്ലെസ് ആയിട്ട് മാനേജ് ചെയ്യണം, ഫെയിലിയേഴ്സിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം, എങ്ങനെ സ്മാർട്ടായിട്ട് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് കൂട്ടുകാരുടെ അടുത്തും ഒക്കെ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ അഡ്രസ് ചെയ്യണത്. അപ്പൊ ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 52 വീക്കിലെ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഈ ഏതെങ്കിലും ഒരു ഈ ഏജിലാണ് വന്നതെങ്കിൽ അവരെ ഒരു ബെസ്റ്റ് വേർഷൻ ആക്കണം, അവരുടെ ലൈഫിൽ അവരെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പാരന്റിങ്ങിലെ കൂടുതൽ ക്ലാസ്സുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് മെസ്സേജ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കണം. എങ്ങനെ കുട്ടികളോട് ശരിക്കും എങ്ങനെയാണ് ഞാനൊരു 12 വർഷത്തില് എന്നെ ഒരു മാറ്റുകയും അവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു സപ്പോർട്ടഡ് ആയിട്ടുള്ള എങ്കിലും അവരുടെ കാലിൽ നിൽക്കുന്ന ലെവലിലേക്ക് എങ്ങനെ മാറി എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഏതെങ്കിലും ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിലും ഉറപ്പായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു കമന്റ് നോക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഒത്തിരി ആൾക്കാർ വന്നിട്ട് എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട്
ഈ ഒരു പാരന്റിങ്ങിന്റെ വീഡിയോ അടുത്ത വീഡിയോസും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ എന്റെ വാട്സാപ്പ് മെസ്സേജിലേക്ക് വന്നു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള നിങ്ങൾ നിർദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാര്യം നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്നുള്ളത് നമ്മുടെ മക്കളാണ്. അപ്പൊ അവർക്ക് നമ്മൾ എത്ര പണം കൊടുക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് വലിയ മാളിക കെട്ടുന്നു, വലിയ കാറ് മേടിക്കുന്നു, വലിയ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു, അതിനേക്കാൾ പ്രധാനമാണ് അവരുടെ കൂടെ ഇമോഷണലി ഫിസിക്കലി നമ്മൾ മെന്റലി അവരുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല സ്ഥലത്തും ഉണ്ടാവണില്ല. അപ്പൊ അവരായിട്ട് കാണാനും അവരുടെ മിസ്റ്റേക്കുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കുഞ്ഞിന്റെ ഒരു സ്ട്രെങ്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അവരെ അപ്രിഷിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ലെവലിലേക്ക് ഓരോ മാതാപിതാക്കളും റെഡിയായാലും നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനായിട്ടും നമ്മൾ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രസകരമായിട്ടുള്ള പീരീഡാണ്. മക്കളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ്. പല വീടുകളിലെ അച്ഛനെയും അമ്മേനെയും എന്താണ് വലിയ മുട്ടം അടിക്കുന്നത് കാണാറുണ്ട്. കൊണ്ട് എന്താണ് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് ആക്കണത് റെഡിയാവാറുണ്ട്. ഇതിന്റെയൊക്കെ പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത്. ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഇവര് കൊടുത്ത എക്സ്പീരിയൻസിൽ നിന്നാണ് ആ കുഞ്ഞുങ്ങൾ ഇത്രയും മോശമായിട്ടുള്ള തലത്തിലേക്ക് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ 100% ഉത്തരവാദിത്വം സത്യത്തില് ആരുടെയാണ്? മാതാപിതാക്കളുടെ തന്നെയാണ്. അവര് ആ ഒരു പീരീഡില് അവരുടെ പാരന്റ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണോ, അവരെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവർക്ക് നല്ല രീതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, അവരെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കണുണ്ടോ, ഇതെല്ലാം കണ്ടു വളരുന്ന ഒരു കുഞ്ഞ് ഉറപ്പായിട്ടും അവർ വലുതാകുമ്പോൾ തന്റെ അച്ഛനും അമ്മയും ചെയ്ത പ്രവൃത്തികൾ തന്നെയായിരിക്കും അവരും അവരുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു നിങ്ങൾ കൂടുതൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഫുൾ സമ്പാദ്യം അവർക്ക് വേണ്ടിയിട്ട് കല്യാണം നടത്താൻ അല്ലെങ്കിൽ അവർക്ക് കാറ് മേടിക്കാൻ, അവരെ പഠിപ്പിക്കാൻ നിങ്ങളുടെ മൊത്തം സമ്പാദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഇമോഷണലി അവൈലബിലിറ്റി ഇല്ല, അവരുടെ ഒരു ആവശ്യത്തിനും നിങ്ങൾ നിന്ന് കൊടുക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു നിറ സാന്നിധ്യമായിട്ട് അവരോട് ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള മക്കളെ നിങ്ങളുടെ അടുത്തുനിന്ന് ഊട്ടിയാക്കലാനും നിങ്ങളെ ഒരു ശല്യമായിട്ട് കാണാനും മാത്രമേ അവർ തയ്യാറാകൂ. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ളൊരു യാത്രയാക്കാനായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകൾ വായിക്കുക, കൂടുതൽ നല്ല നല്ല ആൾക്കാരോട് സംസാരിക്കുക, ഏറ്റവും മികച്ച രീതിയിലേക്ക് പഠിക്കാൻ കിട്ടിയത് നല്ല റിസർച്ച് ചെയ്യാൻ തുടങ്ങുക, നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ തയ്യാറാവുക. നമ്മൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ പറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അവര് വളരെ സത്യസന്ധമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയും. അച്ഛനെ അമ്മേനെ ഈ ഒരു സമയത്ത് സഹിക്കാൻ ബുദ്ധിമുട്ടാന്ന് അവർ പറയും. അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കള് നിങ്ങൾ പറയുന്ന ഉപദേശമല്ല നോക്കുക, നിങ്ങളുടെ പ്രവൃത്തിയാണ് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സാരിയാണ്, കുറച്ച് പഴയ സാരിയാണ്, പക്ഷെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ മാലയും എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചൊരു മാലയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. എനിവേ ഇന്ന് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ പറഞ്ഞു ഗ്ലാസ് ഒക്കെ വെച്ചപ്പോഴും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ, ടേക്ക് കെയർ.